ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര MSME മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഏകദിന സംരംഭകത്വ സെമിനാർ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സഹകരണ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. MSME ഡെവലപ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് തൃശ്ശൂരാണ് സെമിനാറിന് നേതൃത്വം നൽകിയത്. ഇൻഡസ് ഗ്രോ കൊച്ചിയുടെയും അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ കാസർഗോഡിൻ്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സുഭാഷ് MK സ്വാഗതം ആശംസിച്ചു. MSME DFO തൃശ്ശൂർ ജേതുറാം അധ്യക്ഷത വഹിച്ചു. മൻസൂർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സുധീഷ് MK, സജി വർഗീസ്, SP ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗണേശൻ അരമങ്ങാനം നന്ദിയും പറഞ്ഞു. ജേതുറാം, മൃദുല K, അശോക് N, സുധീഷ് MK എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ കയ്യിലുള്ളതാകണം. നിങ്ങൾ കൊല്ലത്തുള്ള ഒരു സുഹൃത്ത് ബിസിനസ്സിന് വന്നു. അയാൾക്ക് 2 ലക്ഷം രൂപയാണ് ബിസിനസ്സിന് ആവശ്യം. ഒരു വർഷം അയാൾ ആരോടും മിണ്ടാതെ ജോലിക്ക് പോയി ഭായിമാരുടെ കൂടെ. ഇന്ന് അയാൾ PhD എടുത്തു, ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സാഹിത്യകാരനാണ്. ആ പുസ്തകം എഴുതുക, പുസ്തകം പബ്ലിഷ് ചെയ്യുക, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിന് 2 ലക്ഷം രൂപയ്ക്ക് ഒരു കൊല്ലം ജോലിക്ക് പോയി 350 രൂപ വെച്ചിട്ട് ഡെയിലി സേവ് ചെയ്തുകൊണ്ട് ആരോടും വേണ്ടിയില്ല, ലോണൊന്നും പോയില്ല, ഗ്രാന്റും കിട്ടിയില്ല, സബ്സിഡിക്ക് വേണ്ടി കാത്തിരിക്കുക, പണിയെടുക്കുക, ആഗ്രഹം പൂർത്തിയാക്കി. അത് മുതൽ അങ്ങനെ ഇറങ്ങി തിരിച്ചവർക്ക് ഇന്ന് എന്തൊക്കെ പുതിയ സ്കീമുകൾ പറഞ്ഞു. ഈ സമയം കൊണ്ടുകൂടെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാരണം മുഴുവൻ പറഞ്ഞിട്ടില്ല. ഫിനാൻസ്, പിന്നീട് മാർക്കറ്റിംഗ്. രഹസ്യമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യരുത്. ബിസിനസ് ഒരു ഉത്തരവാദിത്തമാണ്. അത് നമ്മളുടെ മാത്രമല്ല. ഇപ്പോൾ ഒരു ചെടിയിലൊരു മൊട്ട് ഉണ്ടായാൽ അത് വിരിയുകയാണുള്ളത് മൊട്ടിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കാണ് ഈ യോഗം. ഞാൻ പറഞ്ഞു, അടുത്ത വിജയദശമി, അടുത്ത ഒക്ടോബർ സമയത്തുള്ള നമുക്ക് ഹർത്താലും ബന്ധും ബാധകമല്ല. ശരിയല്ലേ? എന്നതുപോലെയാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ പറഞ്ഞതിൻ്റെ ഒരു കൺസൾട്ടേഷൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തിന് നമ്മൾ തുടങ്ങണം? ജോലി കിട്ടാത്തതുകൊണ്ട്. ഇതെല്ലാം പറഞ്ഞു പോയ പോയിന്റ് ആണ് അല്ലേ? എന്നാൽ പിന്നെ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ യൂട്യൂബിൽ കണ്ടു. അപ്പൊ യൂട്യൂബ് എന്നുള്ളതാണ് നമ്മളുടെ മാർക്കറ്റിംഗ്. ഇതിനകത്ത് നിലവിൽ യൂട്യൂബ് ഉള്ളവരാരൊക്കെ ഉണ്ട്? നമ്മൾ പല അനുഷ്ഠാനങ്ങളിലും ആചാരത്തിലും ജീവിക്കുമ്പോൾ പല പല ഉത്തരങ്ങൾ നമുക്ക് പറയാം. ഏത് തരക്കാരാണെങ്കിലും തർക്കമില്ലാത്ത ഒരു ഉത്തരം എപ്പോഴാണ് സന്തോഷം വരിക എന്ന് ചോദിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോഴാണ്. അതും തിരിച്ചു കൊടുക്കേണ്ടാത്ത പണം വരണം. അതിലപ്പുറം ഒരു ആനന്ദം ഇന്നത്തെ കാലത്ത് നമുക്ക് കൊടുക്കാനില്ല. കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ സാമ്പത്തികമായ നേട്ടം, ഇന്ത്യയുടെ GDP 4ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള അഭിമാനം ലോകം മുഴുവനുള്ള ആളുകൾക്കുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി ഒരുപക്ഷെ ഇരിക്കുന്ന ആളുകൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. പല പല ട്രെയിനിങ്ങുകളിൽ നമ്മൾ നടത്തിയിട്ടുണ്ടാവും, പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, ഇതിന്റെ ഗുണം എന്ന് അടുത്ത ഒക്ടോബർ 27-ാം തീയതി 2026 ആണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക. എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എന്ത് നേടാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മളിതിൽ കേട്ടുകേൾവിയില്ലാത്ത ചില ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം നമ്മളുടെ ബുക്കിൽ ഒന്നും അറിയാതെ എഴുതി വെച്ച അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ശ്രീ ജേതുറാം സാർ. അദ്ദേഹത്തിന് ഹാർദവമായ സ്വാഗതം. 80% റീഫണ്ട് ചെയ്യും. വനിതാ SC/ST സംരംഭകരാണെങ്കിൽ 100% റീഫണ്ട് ചെയ്യും. കൂടാതെ ഒരു 25,000 രൂപ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, ബാനർ, ബ്രോഷർ അതിനു വേണ്ടി ഞങ്ങൾ റീഫണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇതൊന്നും പബ്ലിക്കിന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല. ആക്ച്വലി നമ്മുടെ ടീനേജേഴ്സും അവർ കുറച്ചു നാൾ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവും. അവർക്ക് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഈ പ്രോജക്റ്റുകളൊന്നും. ആ പ്രോജക്റ്റുകളും
മറ്റു കാര്യങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുപോലുള്ള പഠന ക്ലാസ്സുകളും MSME കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമതീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.